മകളാണല്ലേ? അതെ തിരുമേനി. 3 മക്കളാ ഞങ്ങൾക്ക്. മൂത്തതും ഏറ്റവും ഇളയതും പെൺകുട്ടികളാ. ഇത് മകനും മകന്റെ ഭാര്യയോ? കുട്ടിക്ക് ശനിദശയുടെ കാലമാ. ഇനി 36 വയസ്സ് വരെ ശനിയുണ്ട്. പക്ഷേ 12 ചൊവ്വയുണ്ട്. അത് നല്ലതാ. ദൈവാധീനമുണ്ട്. അതാ ഒരാശ്വാസം. വിവാഹം കഴിഞ്ഞ കുട്ടിയല്ലേ? അതെ തിരുമേനി. വിവാഹം കഴിച്ചു ചെന്ന വീടും പ്രശ്നമുള്ള വീടാ. കുട്ടികളുണ്ടോ ഈ ജാതകക്കാരിക്ക്? ഇല്ല. പക്ഷേ മാതാവാകാനുള്ള യോഗം ഉണ്ടായതായി കാണുന്നു. അതാരോ ബന്ധിച്ചതായിട്ടും കാണുന്നുണ്ട്. ശരിയാ തിരുമേനി. അവൾ അടുത്ത മാസം ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടതായിരുന്നു. പക്ഷെ അബോർഷനായി. അബോർഷനാക്കിയതാണ്. ശത്രുദോഷം. ജ്യോതിഷം കള്ളം പറയില്ല. തിരുമേനി പറയുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ നിന്നോളൂ. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഇത് ശത്രുദോഷം തന്നെയാ. അതുമാത്രമല്ല, അകാലത്തിൽ മരണപ്പെട്ടു പോയ കുഞ്ഞിന്റെ ആത്മാവ് പരേതാത്മാവില് ഇതുവരെ ലയിച്ചിട്ടുമില്ല. ആ ജീവന്റെ പ്രാക്ക് 7 തലമുറ വരെ നിൽക്കുന്ന കണക്ക്. ഈ ജാതകക്കാരിക്കിപ്പോ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. ശരിയാ. ഭർത്താവുമായിട്ട് പോലും ഈ കുട്ടി ഇപ്പോ അകലുകയാണ്. ഈ ഭാര്യാഭർത്തൃബന്ധം തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഈ കുട്ടിയുടെ ശത്രുഭാഗത്ത് അത്യാഗ്രഹിയായ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. തിരുമേനി പറഞ്ഞത് ശരിയാ. അത് ശ്രീലക്ഷ്മിയുടെ അമ്മായിയമ്മയാ. രുക്മിണി എന്ന അവരുടെ പേര്. എന്തായാലും ആ സ്ത്രീ ഒത്തിരി ആഭിചാരക്രിയകളും ദുർമന്ത്രവാദങ്ങളും ചെയ്തിട്ടുള്ളതായി കാണുന്നുണ്ട്. വിപരീത കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഉഗ്രൻ തിരിച്ചടി കിട്ടും. പിന്നെ ആ സ്ത്രീക്കൊരു വലിയ തിരിച്ചടി കിട്ടും ഉടൻ തന്നെ. എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലത്തിന് പരിഹാരക്രിയകളൊന്നുമില്ല തിരുമേനി. പറയാം. രണ്ട് മൂന്ന് ചെറിയ പൂജകളും വഴിപാടുകളും ഉണ്ട്. അത് ഞാൻ എഴുതിത്തരാം. ഇവിടെ തന്നെ വേണമെന്നില്ല. ഏത് ഭദ്രകാളി ക്ഷേത്രത്തിലും ചെയ്യാവുന്നതേ ഉള്ളൂ. 7 വെള്ളിയാഴ്ചകളിൽ. എല്ലാ ദിവസവും ആയാൽ അത്രയും നല്ലത്. കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ദേവീ ദർശനം നടത്തിക്കണം. അമ്മ കാരുണ്യപൂർവ്വം ഒന്ന് കനിഞ്ഞാൽ എല്ലാ കഷ്ടതകളും മാറിപ്പോയിക്കോളും.